രാത്രി ആയപ്പോളേ വൈറസ് കോളിംഗ് മൈ മദർ ഒന്നും നോക്കിയില്ല, വണ്ടിയെടുത്ത് പോകാമെന്ന് വിചാരിക്കുന്നു. ഗേറ്റ് ഒക്കെ പൂട്ടിയിട്ടത് തുറക്കേണ്ടിയിരിക്കുന്നു. എന്താ കഥ? അപ്പോഴും കഥാനായകൻ ഫോണിൽ തന്നെയാണ്. അപ്പോഴാണ് നമ്മുടെ വണ്ടി വളരെ വിചിത്രമായ രീതിയിൽ ഇട്ടിരിക്കുന്നത് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ നട്ടപ്പാതിരിക്ക് ഇതാരാണ് ഈ വഴി കൂടെ വരുന്നതെന്ന് നോക്കിയപ്പോഴാണ് നമ്മുടെ ജിബിൻ സാർ ഈസ് റെയിം. യെസ്, അപ്പൊ അങ്ങനെയാണ് നമുക്ക് ജിബിൻ സാറിനെ കൂടെ കൂട്ടി നേരെ ഏറ്റുമാനുള്ള ഹാങ് ഔട്ടിലേക്ക് തന്നെ പോയി. രാത്രിയുടെ 4 ആരൊക്കെയാണ് വഴിയുള്ളതെന്ന് ചെക്ക് ചെയ്തോണ്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ ആരുമില്ല guys. അടച്ചിട്ട ഷട്ടർ മുറികളും വിജനമായ വഴികളും മാത്രം. ഫൈനലി വി റീച്ച് അവർ ഡെസ്റ്റിനേഷൻ. സമാധാനത്തിന്റെ ബുദ്ധന്റെ പ്രതിമ എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് അടുത്ത വേറൊരു ബുദ്ധിമാൻ കയറി വന്നത്. എന്തായാലും നമ്മൾ അവിടെ ചെന്ന് നേരെ ഓർഡർ ചെയ്ത് ഓൾ ടൈം ഫേവറേറ്റ് മാഗി നൂഡിൽസ്. യെസ്, അവിടെ അത്രയും പേര് അവിടെ നിൽക്കാൻ വേണ്ടി ചിരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇപ്പോഴാണ് ജിബിൻ സാർ വളരെ വിശാലമായി അവിടെ കയറി അങ്ങിരുന്നത്. എന്നാലും വി ആർ വെയിറ്റിംഗ് ഫോർ ദ മാഗി നൂഡിൽസ്. ജിബിൻ സാറിന്റെ നോട്ടം കണ്ടോ? ഹായ്, എന്താ മാഗി എത്തിയിരിക്കുകയാണ്. രാത്രിയിൽ ടീ വിത്ത് മാഗി നൂഡിൽസ്. വാട്ട് എ കോമ്പിനേഷൻ. എന്തായാലും കഴിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ഒന്നും പറയുന്നില്ല ഗൈസ്, 10 വയസ്സ് കൊള്ളത്തില്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നെക്സ്റ്റ് വി ട്രൈഡ് ദ ഓംപ്ലേറ്റ്, ബട്ട് അതെന്തായാലും കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡയറ്റിലായതുകൊണ്ട് മാത്രം ഇതൊന്നും വകവെക്കാതെ ഫോണിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ജിബിൻ സാർ. ഫൈനലി നമ്മളെല്ലാം കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതീവമായിട്ടുള്ള ഒരു കുറ്റബോധമാണ് എന്റെ മുഖത്ത് നിങ്ങൾ കാണുന്നത്. ആ കുറ്റബോധത്തെ നിഷ്ഫലമാക്കിക്കൊണ്ട് വേറെ എന്തോ മധുരമുള്ള സാധനം നമ്മുടെ ജിബിൻ സാർ കൊണ്ടുവന്നു. ഡയറ്റാണേ പുള്ളി കഴിച്ചിട്ടില്ല, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതേ ഉള്ളൂ. സാധനം എന്തായാലും കൊള്ളായിരുന്നു, എനിക്കും ഇഷ്ടപ്പെട്ടു. ഞാനും 2 കഴിച്ചു. വി ആർ ഹാപ്പി. ഇതുപോലെ ഇനിയും ഡയറ്റ് തുടരണമെന്ന് ജിബിൻ സാറിന് ഉപദേശിക്കുന്ന രംഗങ്ങൾ ഗൈസ് കാണുവിൻ. നമ്മൾ അതുകൊണ്ട് മറ്റൊരു ചായയും കൂടെ കുടിക്കാൻ തീരുമാനിച്ചു. എന്തായാലും ജിബിൻ സാർ കുടിക്കുന്നില്ല എന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് ഞാൻ എന്തായാലും കുടിക്കാൻ. ഇനി ഡയറ്റ് ചീറ്റ് ഡേ ആക്കരുതെന്ന് നിങ്ങൾ ഏവരോടും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ഈ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ ഗയ്സ്.